നിർഭൻ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നിർഭൻ തന്നെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കുന്നത് നേതാക്കൾ തമ്മിൽ വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വലിയ തോതിൽ രക്തക്കറ അടക്കം ഈ പ്രദേശത്ത് ഈ ക്യാമ്പ് നടന്ന ഇടത്ത് കെട്ടിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ചെറിയ സംഘർഷം അല്ലെങ്കിൽ തമ്മിൽ തല്ല് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന നിലയ്ക്കുള്ള ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്രയ്ക്ക് ചെറുതായി ഈ ഒരു വിഷയത്തെ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ ഗൗരവതരമായ പ്രതികരണം അടക്കം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏതെങ്കിലും നിലയ്ക്ക് നേതാക്കളുടെ ശ്രദ്ധയിൽ ഈ വിഷയത്തെ പെടുത്താൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ? ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടോ? കാവ്യ, നമ്മൾ ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ KSUവിൻ്റെയും തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെയും ബന്ധപ്പെട്ടു ശ്രമം നടത്തി. പക്ഷേ ആരും ഈ കാര്യത്തിൽ ഔദ്യോഗികമായി ഫോണിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. അവർ ഈ സംഭവത്തിന് ശേഷം ഈ DCCയിലെ പ്രധാനപ്പെട്ട ചുമതലക്കാർ പോയി അവിടെ സംഘർഷത്തിന് ശേഷം ഈ മൊബൈൽ ചിത്രീകരിച്ച ഫോൺ പിടിച്ചു വാങ്ങുകയും അവ ഡിലീറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി. ഈ പറഞ്ഞ ഔദ്യോഗികമായി ആരോടും ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യരുത്, ഒരു കാരണവശാലും പോലീസ് ഈ സംഭവം അറിയരുത് എന്ന നിർദ്ദേശവും തിരുവനന്തപുരത്തെ DCCയിലെ ഭാരവാഹികൾക്ക് സംസ്ഥാന ഭാരവാഹികൾ നിർദ്ദേശം നൽകി. അതിനുശേഷമാണ് ഈ പറഞ്ഞ പരിക്കേറ്റവർ തിരുവനന്തപുരത്ത് ചികിത്സ തേടി. ആദ്യഘട്ടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ ചികിത്സ തേടിയയാൾ ആ ആശുപത്രി ഇന്ന് രാവിലെയോടുകൂടി വിട്ടു എന്ന വിവരങ്ങളും വിശദാംശങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പരമാവധി പാർട്ടിക്കുള്ളിൽ ഇത് ആഭ്യന്തരമായി ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ നമുക്ക് അതിൻ്റെ ആധികാരികമായ ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസിന് ലഭിച്ചത്. എത്ര കണ്ട് ഇത് മൂടി വയ്ക്കാൻ ശ്രമിച്ചിരുന്നാലും വിഷയങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. വലിയ തരത്തിലുള്ള സംഘർഷമാണ് KSUവിൻ്റെ സംസ്ഥാന തെക്കൻ മേഖല പഠന ക്യാമ്പിൽ നടന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ പഠന ക്യാമ്പ് പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ പഠന ക്യാമ്പിൽ പങ്കെടുക്കുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ DJ പാർട്ടി ആണ് അവിടെ നടന്നത്. DJ പാർട്ടിക്കിടയിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. അതായത് സംഘർഷത്തിലേക്ക് കലാശിച്ചത് എന്ന പ്രാഥമിക വിവരങ്ങൾ വരുന്നുണ്ട്. മറിച്ച് ഈ ഇരുവിഭാഗം നേതാക്കളും KPCC നേതൃത്വത്തെ ചൊല്ലി പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ടായി. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള സംഘർഷമല്ല, എല്ലാ ഗ്രൂപ്പുകാരും ഇക്കാര്യത്തിലുണ്ട്. മദ്യപിച്ചിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ ഉള്ള DCCയിലെ ചില നേതാക്കൾ ഒരു വാഹനത്തിൽ അവിടെ മദ്യം എത്തിച്ചു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ വാഹനത്തിൽ ഇരുന്ന് മദ്യപിച്ച ശേഷം എന്തായിരുന്നു അത്തരം ഒരു സംഘർഷത്തിൽ കലാശിച്ചതെന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഈ ക്യാമ്പിനുള്ളിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ നിർഭൻ? കാവ്യ, നേരത്തെ തന്നെ KSU പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഭാരവാഹികളെയും മറ്റ് അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. KSUവിൻ്റെ നിലവിലുള്ള സംസ്ഥാന ഭാരവാഹി ഇപ്പോൾ VD സതീശനുമായി അടുപ്പം പുലർത്തുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ A ഗ്രൂപ്പിൻ്റെ പറ്റിലാണ് അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് വന്നത്. അതിനുശേഷം ഔദ്യോഗിക വിഭാഗത്തിനൊപ്പം ചേരുകയായിരുന്നു. തുടർന്ന് ഈ A ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കളെ തഴയുന്നു, മറ്റു ഗ്രൂപ്പുകളെ പരിഗണിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളുണ്ടായി. ഇങ്ങനെ ഈ KPCC നേതൃത്വത്തിൽ ഇടപെടൽ KSUവിൻ്റെ ഭാഗത്തിലേക്ക് ചേരിതിരിവിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം KSU ഭാരവാഹികൾക്കുണ്ട്. ഇത്തരം കാര്യങ്ങൾ തുടർന്നുള്ള ചർച്ചകൾ ഈ മദ്യപിച്ചിരുന്നത് കൊണ്ട് തന്നെ അത് വെല്ലുവിളിയിലേക്ക് പോയി. തുടർന്ന് കയ്യാങ്കളിയിലേക്ക് എത്തി. അങ്ങനെയാണ് ഗുരുതരമായ പരിക്കിലേക്കും വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോയത്. ഈ പ്രധാനപ്പെട്ട ഭാരവാഹികളടക്കം തന്നെ രാത്രി മദ്യപിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ പറഞ്ഞതുപോലെ മദ്യപിച്ച് KSUവിൻ്റെ പോലുള്ള ഒരു സംസ്ഥാന നേതൃത്വത്തിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ തെക്കൻ മേഖല പഠന ക്യാമ്പിൽ പരിശീലന ക്യാമ്പിൽ നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. വലിയ ഗുരുതരമായ പരിക്കുണ്ടാകുന്നു എന്നതാണ്. ഇനി KPCCയുടെ പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് പാലോട് രവിയാണ് ഇതിൻ്റെ മുഖ്യ സംഘാടകർ. അദ്ദേഹം ഈ ക്യാമ്പിൻ്റെ ഭാഗമായി തുടക്കം മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ നമുക്ക് ഈ സംഘർഷം നടക്കുന്ന സമയത്ത് ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിൽ VD സതീശനടക്കമുള്ള എല്ലാ മുതിർന്ന നേതാക്കളെയും ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പ്രതികരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും ഈ നേതൃത്വത്തിന് കഴിയില്ല. നിർഭൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പരിക്കേറ്റ നേതാക്കൾ നഗരത്തിൽ ചികിത്സയിൽ ഇപ്പോൾ വിവിധ ആശുപത്രികളിലായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് നിർഭൻ നേരത്തെ വിശദീകരിച്ചിരുന്നു. ഏതെങ്കിലും നിലയ്ക്ക് ഈ ഒരു സംഭവം അത് മൂടി വെക്കണം അല്ലെങ്കിൽ ഒതുക്കി തീർക്കണം എന്ന നിലയ്ക്കുള്ളൊരു നിർദ്ദേശം ഇവർക്ക് ലഭിച്ചതായി എന്തെങ്കിലും സൂചനയുണ്ടോ?
കാവ്യ, തീർച്ചയായും അത്തരത്തിലുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. പരിക്കേറ്റ ഈ KSU നേതാവിനടക്കം അത്തരത്തിലുള്ള നിർദ്ദേശം എത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും പോലീസിനോടോ മറ്റു തരത്തിൽ മാധ്യമപ്രവർത്തകരെ അന്വേഷിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഘർഷത്തിൻ്റെ കാര്യം പറയരുത്. ഫോണിൽ ബന്ധപ്പെടാൻ ഇപ്പോഴും കഴിയുന്നില്ല. നഗരത്തിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് രണ്ട് നേതാക്കളും വലിയ തരത്തിൽ പരിക്കേറ്റ, തലയ്ക്ക് പരിക്കേൽക്കുകയും കൈഞ്ഞരമ്പ്, ഈ വലിയ ഗുരുതരമായ മർദ്ദനത്തിൽ കൈഞ്ഞരമ്പ് പൊട്ടിപ്പോയിരുന്നു. അതിൽ വലിയ ഗുരുതരമായ പരിക്ക് ഈ പറയുന്ന പാറശാല KSUവിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം അടക്കം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സയിൽ തുടരുന്നത്. പക്ഷേ നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഒരു പഠന ക്യാമ്പിൽ, പരിശീലന ക്യാമ്പിൽ വലിയ തരത്തിൽ മദ്യപിച്ച് സംഘർഷമുണ്ടായി എന്ന വാർത്ത വരുന്നത് KPCC പ്രസിഡന്റിനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ക്ഷീണമാണ്. അതുകൊണ്ട് ഈ വാർത്ത പുറത്തു വരരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാലും പോലീസ് സ്വാഭാവികമായി ഈ കാര്യം അന്വേഷിക്കേണ്ടതാണ്. കാരണം ഒരു ക്യാമ്പിൽ വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു, വലിയ തരത്തിൽ സംഘർഷമുണ്ടാകുന്നു, പരിക്ക് ഈ സംഭവത്തിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് സ്വാഭാവികമായ നടപടിയിലേക്ക് പോലീസ് കടക്കേണ്ടതാണ്. ഒപ്പം തന്നെ കാവ്യ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരനും ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതാണ്. ഒപ്പം തന്നെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിനും സംഘർഷത്തിൽ പിടിച്ചു മാറ്റാൻ, ഈ വിഭാഗത്തെയും ഈ സംഘർഷത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ട ശ്രമത്തിന് ഇടയിൽ അദ്ദേഹത്തിനും പരിക്കേറ്റിട്ടുണ്ട് എന്ന വിശദാംശങ്ങൾ വരുന്നുണ്ട്. ഈ സംഘർഷത്തെ സംബന്ധിച്ച് അദ്ദേഹവും KPCC നേതൃത്വത്തിനും സ്വാഭാവികമായി പരാതി നൽകാനുള്ള സാധ്യതയുണ്ട്, നടപടി ആവശ്യപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് വരും നിമിഷങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസാണ് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. അടക്കമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ വിമർശന വിധേയമാകും, കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ ഈ പരിക്കേറ്റിട്ടുള്ള നേതാക്കൾക്ക്, ഇപ്പോൾ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട KSUവിൻ്റെ നേതാക്കളാണ് ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിൽ തുടരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. തുടർന്നുള്ള നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന നിലയ്ക്കുള്ള ഏതെങ്കിലും സൂചനകൾ ഇവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഇനി അതങ്ങനെ നിയമപരമായി ഇത് മൂടിവെക്കാൻ കഴിയില്ല. കാരണം ഈ മർദ്ദനത്തിൽ, സംഘർഷത്തിലാണ് പരിക്കേറ്റിട്ടുള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നതും മറ്റ് നിരവധി വളരെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിന്റെയും KSUവിന്റെയും മുതിർന്ന നേതാക്കൾ ആ വേദിയിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കാണുന്നു. അലോഷ്യസ് സേവ്യർ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. നൃപൻ, തുടരാം. തീർച്ചയായും ആ ദൃശ്യങ്ങൾ തന്നെയാണ് തുടക്കം മുതൽ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഇന്നലെ ഈ സംഭവം, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയുമ്പോൾ തന്നെ നമ്മൾ നേതൃത്വവുമായി സംസാരിക്കുന്നുണ്ട്. ഇങ്ങനൊരു സംഘർഷം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം ഇന്ന് പുലർച്ചെ മുതൽ പല നേതാക്കളുമായി സംസാരിച്ചു. പക്ഷേ അവരൊക്കെ തന്നെ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല. KSUവിൻ്റെ ക്യാമ്പ് ഇന്നും തുടരുന്നുണ്ട്. ഇന്നാണ് അതിൻ്റെ 12 മണിയോടുകൂടിയാണ് അതിൻ്റെ സമാപന സമ്മേളനം നടക്കുക. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തിരുവനന്തപുരത്തെ DCCയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊപ്പം തന്നെ KSUവിനെ നമ്മൾ ബന്ധപ്പെട്ട ഭാരവാഹികളും പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ ശേഷവും നമ്മളതിൻ്റെ ശ്രമം നടത്തി. സംഘർഷം ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് ഉറപ്പായിരുന്നു. ഒപ്പം തന്നെ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് നേതാക്കൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സ തേടിയിട്ടുണ്ട് എന്ന വിശദാംശങ്ങളും കൈരളി ന്യൂസിന് ലഭിച്ചു.